ചൊവ്വാഴ്ച 2 വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും നേരമ്പോക്ക് കീഴൂർ മേഖലയിലെ ജനങ്ങളിൽ ഭീതി പരത്തുകയും ചെയ്ത പേപ്പട്ടി ഒരാഴ്ചക്കിടയിൽ ഓടി നടന്ന് ആക്രമിച്ചത് 7ഓളം പേരെ. മേഖലയിലെ നിരവധി തെരുവുപട്ടികളെയും ഇത് ആക്രമിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പേപ്പട്ടിയെ ബുധനാഴ്ച രാവിലെയോടെ ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് തല്ലിക്കൊന്നെങ്കിലും നിരവധി തെരുവുപട്ടികളെ ഇത് കടിച്ചിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞതോടെ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളാകെ ഭീതിയിലാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം ഇരിട്ടി ഹൈസ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്ന 2 വിദ്യാർത്ഥികളെ തെരുവുനായ ആക്രമിച്ചിരുന്നു. ഇതോടെയാണ് കടിച്ചത് പേയിളക നായയാണെന്ന സംശയം ബലപ്പെടുന്നത്. 2 വിദ്യാർത്ഥികളെ കടിച്ചു പരിക്കേൽപ്പിച്ച നായ ഇതിനുശേഷം കീഴൂർ അമ്പലംകവലിൽ വെച്ച് മറ്റൊരു വിദ്യാർത്ഥിയെ കൂടി ആക്രമിച്ചെങ്കിലും കുട്ടി ധരിച്ച പാൻസിലാണ് കടിയേറ്റത്. നാട്ടുകാരും കുട്ടിയും ബഹളം വെച്ചതോടെ പിടിവിട്ട നായ ഇവിടെ നിന്നും ഓടിപ്പോവുകയായിരുന്നു. അതേസമയം ഈ നായ തന്നെ ചൊവ്വാഴ്ച രാവിലെ കീഴൂർ VUP സ്കൂളിന് മുന്നിൽ വെച്ച് മറ്റൊരു യുവതിയെ ആക്രമിച്ചിരുന്നതായും വിവരം ലഭിച്ചു. ഇരിട്ടി സിറ്റി സെൻറ്ററിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന കീഴൂരിലെ താമസക്കാരിയായ ദിൽന പ്രശാന്തിനെയാണ് നായ ആക്രമിച്ചത്. ഇവർ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കണ്ണൂർ ജനറൽ ആശുപത്രിയിലും ചികിത്സ തേടി. കഴിഞ്ഞ ആഴ്ച ഇതേ ടെക്സ്റ്റൈൽ ഷോപ്പിലെ മറ്റൊരു തൊഴിലാളി യുവതിയെ കൂടി തെരുവുനായ ആക്രമിച്ചിരുന്നു. നേരമ്പോക്ക് പ്രഗതി കോളേജിന് സമീപത്തെ താമസക്കാരിയായ ഷാരി റെജിയെയാണ് വീട്ടിൽ നിന്നും രാവിലെ 9:30 കടയിലേക്ക് പോകുന്നതിനിടെ വീട്ടിന് മുന്നിലെ റോഡിൽ വെച്ച് നായ ആക്രമിച്ചത്. കാലിലെ തുടഭാഗത്ത് സാരമായി മുറിവേറ്റ ഷാരിയെ ആദ്യം ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയതായി ഷാരി പറഞ്ഞു. വെട്ടിയടിച്ചത് രാവിലെ 9:30 വീട്ടിൽ നിന്ന് സിബൈൻ്റെ ഷോപ്പിലോട്ട് ജോലിക്ക് വരുന്നു. ഞാൻ അങ്ങനെ വരുമ്പോൾ ആണ് പഠിച്ചത്. ഞാൻ അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ പട്ടി ഇങ്ങോട്ടേക്ക് വരുന്നു. നേരിട്ട് പഠിച്ചതാണ്. പിന്നെ അപ്പം തന്നെ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് 3 ഇഞ്ചക്ഷൻ വെച്ച് എന്നിട്ട് അപ്പോഴും അവർ പറഞ്ഞ് കണ്ണൂർ പോകണമെന്ന്. കണ്ണൂർ പോയി അവിടെ നിന്ന് വെച്ചു. അപ്പോൾ അവിടെ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇൻഫെക്ഷൻ കാണിച്ച് ഇതുപോലെ പരിയാരം പോകണം. അപ്പോൾ പരിയാരം പോയി മുറിവിൽ തന്നെ ഇഞ്ചക്ഷൻ വെച്ച് അങ്ങനെ ഒരു 16 ഇഞ്ചക്ഷൻ വെച്ച് നല്ല ക്ഷീണമായിപ്പോയി. ഷാരിയെ നായ ആക്രമിച്ച ഇതേ ദിവസം തന്നെ ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിലെ ഹോംഗാർഡ് P. രവീന്ദ്രന് നേരെ നായയുടെ ആക്രമണമുണ്ടായി. അതിരൂക്ഷമായ തെരുവുനായ ശല്യമാണ് ഇരിട്ടി പട്ടണത്തിലടക്കം അനുഭവപ്പെടുന്നത്. നേരമ്പോക്ക്, പയഞ്ചേരി, കീഴൂർ തുടങ്ങിയ പ്രദേശങ്ങളും തെരുവുനായ്ക്കൂട്ടങ്ങൾ വിലസുകയാണ്. ഇരിട്ടി ഹൈസ്കൂൾ, പ്രഗതി കരിയർ ഗൈഡൻസ് അടക്കമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും മറ്റും പഠനം നടത്തുന്ന സ്ഥാപനങ്ങൾ നേരമ്പോക്കിൻ്റെ ഭാഗമാണ്. പട്ടണത്തിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാനുള്ള റോഡുകളിലും വഴികളിലും നിറയെ നായ്ക്കൂട്ടങ്ങളാണ്. ഇത്തരം നായ്ക്കൂട്ടങ്ങളെ ഭയന്നോടുന്ന വിദ്യാർത്ഥികളുടെ കാഴ്ച നിത്യസംഭവമാണെന്ന് ഇവിടെയുള്ള കച്ചവടക്കാരും മറ്റും പറയുന്നു. അവർക്കുള്ള അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ഷോർട്ട് വഴി ഇതിലെ കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇതിലെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇപ്പം അവിടെയും പറ്റി, ഇതിലെ കൂടി ഇപ്പം അവിടെയും പറ്റി. ഇത്തരം തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്.